പിന്നീട് അതൊരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം MES തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ മാത്രമല്ല, MES തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ വന്നു എന്നത് മാത്രമല്ല, മലബാറിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ MESന് കഴിയും. അതാണ് MESന്റെ ഏറ്റവും വലിയ പ്രസക്തിയായി ഞാൻ കാണുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 60 വർഷത്തെ വിദ്യാഭ്യാസ സാമൂഹിക ഇടപെടലുകളുടെ ഓർമ്മകൾ പങ്കുവച്ച് MES വാർഷികാഘോഷങ്ങൾക്ക് സമാപനം. 3 ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ ഡയമണ്ട് ജൂബിലി മെഡിക്കൽ കോളേജ് ബ്ലോക്കിനും പുതിയ ഹെൽത്ത് കെയർ ബ്രാഞ്ചിനും തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവും പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവുമായാണ് MESന്റെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹികം, സാംസ്കാരികം തുടങ്ങി വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ചായിരുന്നു 3 ദിവസത്തെ ആഘോഷങ്ങൾ. MES മെഡിക്കൽ കോളേജിൽ നടന്ന സമാപന സമ്മേളനം ഡയമണ്ട് ജൂബിലി മെഡിക്കൽ കോളേജ് ബ്ലോക്കിന്റെയും ആരോഗ്യരംഗത്ത് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പുതിയ ഹെൽത്ത് കെയർ ബ്രാഞ്ചിന്റെയും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് MES എന്നും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ MESന്റെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MES 6 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് MES. നമുക്കറിയാം, മലബാറിന്റെ പാരമ്പര്യം പരിശോധിച്ചാൽ മലബാർ കലാപം മലബാറിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുമായി ഒരകൽച്ച മലബാറിലെ ജനതയ്ക്കുണ്ടായി. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് ഉള്ള എതിർപ്പായി, വെറുപ്പായി മാറി. വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യം മലബാറിലെ ഒരു കാലത്ത് ഏറ്റവും പുറകിലായിരുന്നു വിദ്യാഭ്യാസ രംഗം. ആ കാലഘട്ടത്തിലാണ് 60 വർഷം മുമ്പ് ഇത് സ്ഥാപിതമായി. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചെല്ലാമുള്ള പ്രാധാന്യം സമൂഹത്തെയും സമുദായത്തെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ മാറ്റത്തിന്റെ വഴിയിലൂടെ അവരെ കൊണ്ടുപോയി. പിന്നീട് അതൊരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം MES തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ മാത്രമല്ല, MES തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ വന്നു എന്നത് മാത്രമല്ല, മലബാറിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ MESന് കഴിയും. അതാണ് MESന്റെ ഏറ്റവും വലിയ പ്രസക്തിയായി ഞാൻ കാണുന്നത്. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, വ്യവസായ വിവരസാങ്കേതിക വിദ്യാ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ആരോഗ്യ കുടുംബക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. MES സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളുടെ എഡ്യൂക്കേഷൻ കോൺക്ലേവ് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജെബി മേത്തറും CBSE സ്കൂളുകളുടെ കോൺക്ലേവ് ലോക്സഭാംഗം ഷാഫി പറമ്പിലും ഉദ്ഘാടനം ചെയ്തു. നടൻ ജഗദീഷ് ഗസ്റ്റ് ഓഫ് ഓണറായി. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകൾ, കാലാനുസൃതമായ വിദ്യാഭ്യാസ രീതികൾ, വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച എന്നിവ ചർച്ചയായി. MESലെ ആദ്യ വിദ്യാർത്ഥിനികളായ V ചിന്ന ടീച്ചർ, ഫാത്തിമ, സൈനബ MN എന്നിവരെയും എവറസ്റ്റ് കീഴടക്കിയ MES വിദ്യാർത്ഥിനിയെയും ചടങ്ങിൽ ആദരിച്ചു. 200 MBBS സീറ്റുകൾ ലഭിച്ച MES മെഡിക്കൽ കോളേജിനെയും അനുമോദിച്ചു. MES എയ്ഡഡ് ആൻഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ നേതൃത്വത്തിൽ വിവിധ സെമിനാറുകളും പരിപാടികളും നടന്നു. മലപ്പുറം MP ET മുഹമ്മദ് ബഷീർ, റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ, കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദീഖ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, കൊല്ലം MP NK പ്രേമചന്ദ്രൻ, നജീബ് കാന്തപുരം MLA, പാറയ്ക്കൽ അബ്ദുള്ള, KK ആബിദ് ഹുസൈൻ തങ്ങൾ, സംവിധായകനും തിരക്കഥാകൃത്തുമായ കമൽ, MES കേരള ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ട്രഷറർ OC സലഹുദ്ദീൻ ഉൾപ്പെടെ സിനിമാ, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖർ വിവിധ പരിപാടികളുടെ ഭാഗമായി. MES സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, പ്രവർത്തകർ എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെയായിരുന്നു ആഘോഷങ്ങൾ. വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യവും വിപുലമായ പങ്കാളിത്തവും കൊണ്ട്
ശ്രദ്ധേയമായ 3 ദിവസത്തെ പരിപാടികൾക്ക് 60ാം വാർഷികാഘോഷങ്ങളുടെ സമാപനത്തോടെ തിരശ്ശീല വീണു. MES സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഡോക്ടർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരടക്കം 5000-ലധികം പേർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. 6 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യത്തിന് പുതിയ ലക്ഷ്യങ്ങൾ കൂടി ചേർത്താണ് MES വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണത്. വിദ്യാഭ്യാസത്തിനൊപ്പം ആരോഗ്യ, സാമൂഹിക മേഖലകളിലും കൂടുതൽ ഇടപെടലുകൾ ശക്തമാക്കുമെന്ന സന്ദേശത്തോടെയാണ് 3 ദിവസത്തെ ആഘോഷങ്ങൾക്ക് സമാപനമായത്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.